ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ് കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടുമാണ് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. ഇതിൽ കാണുന്ന ഫ്ലവേഴ്സൊക്കെ ഞാൻ ലാസ്റ്റ് ടൈമിൽ വച്ചതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ഞാൻ എടുത്തിട്ടുള്ള മെറ്റീരിയൽ. ഇതൊരു ഓർഗൻസ സിൽക്ക് ടൈപ്പ് മെറ്റീരിയലാണ്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണിത്. ഇതിന് ഒരുപാട് മെഷർമെൻറ്റ്സ് ഒന്നുമില്ല. ഇതാണ് ഞാൻ യോക്കിൻ്റെ താഴെ വെക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള പീസ്. നമ്മുടെ ഫ്രോക്കിൻ്റെ മുക്കാൽ ഭാഗവും ഈ ഒരു ക്ലോത്ത് തന്നെയാണ്. ഇത് യോക്കിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ലൈനിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. സാറ്റിൻ പീസാണ്. നമുക്കിതിൻ്റെ കട്ടിങ് നോക്കാം. ഞാനിത് 6 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ്സിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ആദ്യം ഞാൻ യോക്കിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത് ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു കോർണറിൽ നിന്നും നമ്മൾ ഇതുപോലെ 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. ഒരു കോർണറിൽ നിന്ന് താഴേക്കും അതുപോലെ തന്നെ സൈഡിലേക്കും 6 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. മുഴുവനായിട്ട് മാർക്ക് ചെയ്യണം. ഓരോ പോർഷനായിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഭാഗം അവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കും. ഇനി ആ മാർക്കിങ്ങിലൂടെ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ വീണ്ടും 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. നേരത്തെ ചെയ്ത പോലെ തന്നെ എല്ലാ വശത്തും മാർക്കിങ് കൊടുക്കണം. ശേഷം ഇത് കട്ട് ചെയ്തെടുക്കണം. ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ യോക്ക് പാർട്ട്. ഇനി ഇതിനകത്ത് വെക്കാനുള്ള ലൈനിങ് പീസ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ സാറ്റിൻ പീസ് എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ച സെയിം മെത്തേഡിൽ തന്നെ 6 ഇഞ്ചിൽ നമ്മൾ കോർണറിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തും മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം അത് കട്ട് ചെയ്തിട്ട് വീണ്ടും 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ. ഇതിവിടെ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ നമ്മൾ എടുത്ത ഈ 6 ഇഞ്ച് ഉണ്ടല്ലോ, അത് നമ്മളുടെ ഷോൾഡർ വിഡ്ത്താണ്. നമ്മുടെ ഷോൾഡർ വിഡ്ത്തിൻ്റെ അളവാണ് ഈ 6 ഇഞ്ച്. അതുപോലെ 3 ഇഞ്ചിൽ കട്ട് ചെയ്തത് നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്തുമാണ്. അതാണ് നമ്മുടെ യോക്ക് പാർട്ടായിട്ട് വരുന്നത്. വീണ്ടും നമ്മൾ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഇത് കട്ട് ചെയ്തെടുത്തു. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഒരു സൈഡിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ നമ്മൾ ചെയ്ത നല്ല ക്ലോത്തിലും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് വീഡിയോയിൽ മിസ്സായി പോയതാണ്. ഈ കട്ട് ഇട്ട് കൊടുത്തത് നമുക്ക് ബാക്കിൽ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇതുപോലെയാണ്.
ഇനി നമ്മൾ താഴെ വെക്കാനുള്ള പോർഷൻ ഇതുപോലെ 4ആയിട്ട് ഫോൾഡ് ചെയ്തിടണം. ഞാൻ ഇതിൻ്റെ അടിയിൽ തന്നെ ലൈനിങ്ങും ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആം ഹോളിൻ്റെ മെഷർമെൻറ്റ് ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് 2.5 ഇഞ്ചും അതുപോലെ വിഡ്ത്ത് 1.5 ഇഞ്ചും ആണ് എടുത്തിട്ടുള്ളത്. നല്ല ക്ലോത്തിൽ മാർക്ക് ചെയ്തപ്പോൾ ക്യാമറ ഓഫായിരുന്നു. ഇതാ ലൈനിങ്ങിൽ ഞാൻ ഇതുപോലെ കാണിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി നമ്മളിത് കട്ട് ചെയ്ത് മാറ്റണം. ഇതൊന്ന് കട്ട് ചെയ്ത് 2ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. യോക്കിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ആം ഹോളും ചേർത്ത് വെച്ചിട്ട് ഫ്രിൽ ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ യോക്ക് പാർട്ടാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല ക്ലോത്തും അതുപോലെ അതിൻ്റെ ലൈനിങ് ക്ലോത്തും നല്ല വശവും ചേർത്ത് വെച്ചിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ ഈ ഒരു സൈഡിൽ നിന്നും അതുപോലെ അതിൻ്റെ പിറകിൽ നിന്നും ഈ ഒരു സൈഡിൽ നിന്നും മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് സൈഡിൽ നിന്നും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരുപാട് വീതിയിൽ സ്റ്റിച്ച് ചെയ്യരുത്, അപ്പോൾ നമ്മുടെ യോക്ക് ചെറുതായി പോകും. വളരെ ശ്രദ്ധിച്ച് പയ്യെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. തീരെ വീതി കുറച്ചും സ്റ്റിച്ച് ചെയ്യരുത്, അപ്പോൾ സ്റ്റിച്ച് വിട്ടു പോവും. ഇനി ഇതിൻ്റെ പുറത്തൂടെ നമ്മൾ ഇങ്ങനെ കട്ടിട്ട് കൊടുക്കണം. ഇത് നമുക്കൊരു പേനയോ മറ്റോ ഉപയോഗിച്ച് മറിച്ചിടാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ. ഇനി അതിൻ്റെ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗമില്ലേ, അതിന് നമ്മൾ ക്ലോത്ത് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത്
അതൊന്ന് ഫിനിഷ് ചെയ്യണം. ഇനി നമ്മൾ താഴത്തെ ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. നമ്മളിത് ഫ്രില്ല് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഇവിടെ യോക്ക് പോർഷനിൽ 2 മാർക്കിംഗ് കൊടുക്കണം. നമുക്ക് എവിടെയാണോ ഫ്രില്ല് വേണ്ടത് അവിടെ വരെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനതിന് വേണ്ടി ആ യോക്ക് ഇതുപോലെ മടക്കി, എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. ഒരു 2.5 ഇഞ്ച് താഴെ നമുക്ക് ആം ഹോളിൻ്റെ പകുതിയിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി പകുതി നമ്മൾ ക്ലോത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോള് 2.5 ഇഞ്ച്. ഈ ഒരു മാർക്കിങ്ങിൻ്റെ ഇടയിലാണ് നമ്മൾ ഫ്രില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് മുന്നേ ആയിട്ട് ഞാനിവിടെ ആം ഹോൾ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആം ഹോൾ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡ് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നാല് ഭാഗവും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം. ഈ ഒരു മാർക്കിൽ ഞാൻ ഇതുപോലെ ആം ഹോൾ ചേർത്ത് വെച്ചു. എന്നിട്ട് നമ്മൾ അതിൽ ചെറിയ ചെറിയ ഫ്രില്ല് ഇട്ട് കൊടുക്കണം. ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ക്ലോത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരുപാട് വീതിയിൽ നമ്മൾ ഫ്രില്ലിടരുത്, അപ്പോൾ കാണാൻ ഭംഗിയുണ്ടാവില്ല. ഇതാ ഞാനിവിടെ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഉണ്ടാവും. ഇനി നമുക്കിതിൻ്റെ ബാക്കിലും ഫ്രില്ല് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ആ മാർക്കിലൂടെ തന്നെ ചെയ്യണം. ഈ ഒരു ഓപ്പണിങ്ങിൻ്റെ പോർഷൻ എത്തുമ്പോൾ നമ്മൾ ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതുപോലെ വച്ചിട്ട് വേണം നമ്മളവിടെ ഫ്രില്ലിടാൻ.
നമ്മുടെ ലൈനിങ്ങിലും ആം ഹോൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മുടെ ലൈനിങ്ങിലും ഇതുപോലെ ആം ഹോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും 4 ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രില്ലിട്ട് കൊടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതിന് മുകളിലായിട്ട് ലൈനിങ് വെക്കണം. എന്നിട്ട് ഈ ലൈനിങ്ങും അതിൽ ചേർത്ത് വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ 2 ആം ഹോളും നമ്മൾ ചേർത്ത് സ്റ്റിച്ച് ചെയ്യും. രണ്ട് ഭാഗത്തുള്ള ലൈനിങ്ങും ഇതുപോലെ തന്നെ നമ്മൾ ഫ്രില്ലിട്ട് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഈ ആം ഹോൾ ഒന്ന് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. നല്ല തുണിയും അതുപോലെ നമ്മുടെ ലൈനിങ്ങും കൂടി ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. എല്ലാ ഭാഗവും നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. ആ ഫ്രില്ലിട്ട് കൊടുത്ത ഭാഗത്ത് ഞാനൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നൂല് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അതൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്യണം. ശേഷം നല്ല ക്ലോത്തും ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഞാൻ ഒരു മടക്കേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. ഇതിൻ്റെ കരഭാഗമാണ്.
ഇനി നമുക്ക് സൈഡ് ജോയിൻ ചെയ്യാം. ഇത് നമ്മളൊന്ന് തിരിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഭാഗം എത്തുമ്പോൾ നമ്മൾ ലൈനിങ് പിറകിലോട്ട് മാറ്റി വെച്ചിട്ട് നല്ല പോർഷൻ മാത്രം ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കും. അതിനുശേഷം ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കുമ്പോൾ ലൈനിങ് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യും. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് ഭാഗവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക്. പക്ഷെ എനിക്ക് എന്തോ ഒരു കുറവ് തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി കുറച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി, എന്നിട്ടത് ഈ ഓക്കിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. പെട്ടെന്ന് ഉണ്ടാക്കിയ കാരണം എനിക്ക് അതിൻ്റെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഞാനത് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.